വെൽക്കം ടു ആനീസ് കിച്ചൺ. ഇന്നൊരു റെസിപ്പി എന്ന് പറയാൻ ഒക്കത്തില്ല. കാര്യം എന്നാണെന്നറിയാമോ, ശരിക്കും നമ്മളിവിടെ പുതിയ റെസിപ്പീസ് ഇത്രയും ദിവസം ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പഴകിയ റെസിപ്പിയാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയൊരു തരികിട ചെയ്യുന്നുണ്ട്. കാര്യം എന്നാന്നോ, ഈ വീട്ടമ്മമാരുടെ ശ്രദ്ധയ്ക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാം. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്നാ ബാക്കി വന്നാലും നമുക്ക് ഈ സാധനങ്ങളുടെ വിലയൊക്കെ ഇച്ചിരി കൂടി വരുന്നോണ്ടല്ലോ നമുക്കിത് അങ്ങോട്ട് കളയാൻ തോന്നുകയില്ല. ഇതിനിപ്പോൾ ഇത്രയും രൂപ കൊടുത്ത് മേടിച്ചതല്ലേ, അന്നേരം പിന്നെ എങ്ങനെയാ കളയുന്നതെന്നൊക്കെ ചോദിച്ചേച്ച് നമ്മളത് പിന്നെ എന്നാ ചെയ്യും, വേണമെങ്കിലും വേണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെ കുത്തിക്കയറ്റി വെള്ളമൊക്കെ കുടിച്ച് ഇറക്കുന്ന പരുവാ. കാര്യം വെച്ചാൽ കളയാൻ നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ എന്നാൽ അതൊരു വീട്ടമ്മ എന്ന നിലയ്ക്ക് മിക്ക സ്ത്രീകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ബാക്കി ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരൊന്നും ഈ പഴയത് വരുന്നൊന്നും തൊടുകയില്ല. അഥവാ നമ്മളൊന്ന് ചൂടാക്കിയൊക്കെ മേശ കൊണ്ട് വെക്കുവാന്നേലും പറയുന്നത് എന്നാന്നോ, എന്നാ പറയുന്നത്, ഇത് ഇന്നലെ അങ്ങോട്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഉറക്കം ഒഴിഞ്ഞ് സ്വപ്നമൊക്കെ കണ്ടു വന്ന സാധനമല്ലേ ഇത്, എനിക്ക് വേണ്ട എന്ന് പറയും. അപ്പം നമ്മൾ എന്നാ ചെയ്യും, ഇനിയിപ്പോൾ അവർക്ക് പുതിയ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇത് കളയണ്ട, നമുക്ക് തിന്നാം എന്ന് നമ്മൾ വിചാരിക്കും. അപ്പം അങ്ങനെ നമ്മൾ തിന്ന് എന്നും പഴയതാ തിന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഓർത്തോ, നല്ലപ്പോഴാ വലിയപ്പോഴൊരു ചാൻസ് കിട്ടുന്ന ഒരു പുതിയതുണ്ടാക്കാനേ. അപ്പം ഇന്ന് ഞാൻ എന്നാ ചെയ്തെന്നറിയോ, നമ്മൾ മിക്കപ്പോഴും വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ എണ്ണിച്ചുട്ട് ഒന്നും ഉണ്ടാക്കാൻ നോക്കിയല്ല, 1-2 ഒക്കെ ബാക്കി വരും. പിന്നെയും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ അവസ്ഥ വൈകുന്നേരം അതൊന്നുകൂടെ ഒന്ന് ആവി കയറ്റി കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മിക്ക സ്ത്രീകളുടെയൊക്കെ ഒരവസ്ഥ. എന്നാൽ നമുക്കൊരു ഇച്ചിരി വ്യത്യാസം വേണ്ടേ. എന്നാൽ നമ്മൾ മാത്രം പഴയ തിന്നാൽ പോരാ, വീട്ടിലുള്ളവരെല്ലാവരും തിന്നണം. പക്ഷേ ഇഡ്ഡലിയുടെ പരുവത്തിലല്ല, അതിനെ ഒരു വേറെ ഒരു ഡിഷായിട്ട് മാറ്റി നമുക്ക് അവർക്ക് സെർവ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എന്നാൽ അവർ കഴിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഇതായിരുന്നു എന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തതാണ് ഒരു റെസിപ്പി. എന്നാന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കലി എല്ലാവർക്കും ചില്ലി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ എന്നാ ചെയ്തു, ചില്ലി ചിക്കനെയും ഇഡ്ഡലിയെയും കൂടെ ഞാൻ എന്നാ ചെയ്തെന്നറിയോ, ഒന്ന് ഫ്യൂഷനാക്കി. അന്നേരം ഒരു ചിക്കൻ്റെ ടേസ്റ്റും വരും, എന്നാൽ ഇഡ്ഡലിയാണെന്ന് അറിയത്തുമില്ല. ഒരു ക്വൈറ്റ് ഡിഫറെൻറ്റ്. ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഒരു നല്ല എന്നാ പറയുന്നത്, കുക്കുംബർ റൈത്ത അതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷന്. ഇതല്ല ചുമ്മാ തിന്നാനാന്നേലും ഇത് നല്ല ടേസ്റ്റാട്ടോ. ഇനി അതിന് വേണ്ടിയ സാധനം എന്നാന്നറിയോ, ഇഡ്ഡലി മസ്റ്റാന്നു. നമുക്ക് മുഴുത്ത് ഒറ്റ ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കാൻ ഒക്കുകയില്ല. ഈ പറഞ്ഞ കൂട്ട് ഒരു ഇഡ്ഡലി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എൻ്റെ ഷേപ്പ്. അതിനെ കുഞ്ഞായിട്ട് അരിയണം. പിന്നെ എന്നാ വേണ്ടിയ വെച്ചാൽ ചില്ലി ചിക്കൻ്റെ ഐറ്റം ഇനിയെല്ലാം വേണ്ടിയേ. ഇനി വേണ്ടിയത് സവാളയാണ്. സ്ക്വയർ ഷേപ്പായിട്ടാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. കാര്യം എൻ്റെ ഇഡ്ഡലി ഞാൻ സ്ക്വയറായിട്ട് അരിഞ്ഞേക്കുന്നത്. അന്നേരം ഇതും സ്ക്വയർ ഷേപ്പായിട്ടാണ്. പിന്നെ കൈ കിട്ടിയ ക്യാപ്സിക്കം എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഗ്രീൻ ഉണ്ട്, റെഡ് ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ ഒരു ഇച്ചിരി യെല്ലോ ക്യാപ്സിക്കം. ഇതെല്ലാം എൻ്റെ കയ്യിൽ ഒരു ഇച്ചിരി ഉണ്ടായിരുന്നുള്ളേ. അന്നേരം പിന്നെ അതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇത് ഇഡ്ഡലിയാണെന്ന് തോന്നാൻ പാടില്ലല്ലോ. അന്നേരം പിന്നെ ഒരു ഇച്ചിരി സ്പ്രിംഗ് ഓണിയൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചിടാം, അല്ലെങ്കിൽ അരിഞ്ഞാലും മതി. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി പച്ചമുളക്, കുരുമുളക് ഇതിനകത്ത് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷെ തല്ലിയിടുന്നതാവും ഇച്ചിരി കൂടി രുചിയേ. അന്നേരം ഇച്ചിരി കുരുമുളക് തല്ലിയെടുത്തു. പിന്നെ ഉള്ളതാണെങ്കിൽ ഇച്ചിരി ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഇച്ചിരി ചില്ലി സോസ്, പിന്നെ ഇച്ചിരി സോയാ സോസ്. ഇതിപ്പോൾ ലൈറ്റ് സോയാ സോസാണ്. ഡാർക്ക് ആണെങ്കിൽ അതിൻ്റെ ഇച്ചിരി കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ അതിൻ്റെ ചേർക്കുന്ന അളവിന് വ്യത്യാസം വരും. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമേ. ഇഡ്ഡലിയെ എന്നാ പറയുന്നത്, പാത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി അല്ലാന്ന് അറിയണ്ടേ. പിന്നെ ഒരു ലേശം ഉപ്പ് മതി. എന്നാന്നോ, ഈ സോസിനൊക്കെ ബേസിക്കലി ഉപ്പുണ്ട്. അന്നേരം പിന്നെ നമ്മൾ ഇച്ചിരി ഉപ്പും കൂടി ഇടുവാന്നേൽ ഒത്തിരി ഉപ്പായി പോവും. ഇനി നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ. അതിനായിട്ട് ഇതിനാദ്യം നമുക്കുണ്ടല്ലോ ഒരു ഇച്ചിരി എണ്ണ വേണം. അന്നേരം പിന്നെ ഞാൻ ഇതങ്ങ് ഒഴിക്കാം അല്ലേ. എണ്ണ നല്ലതായിട്ട് ചൂടായതിന് ശേഷമേ നമുക്ക് അടുത്ത ചെയ്യാനൊക്കത്തുള്ളൂ. കാര്യം എന്നാന്നോ, എണ്ണ നല്ല ചൂടായാലേ നമുക്ക് നമ്മുടെ ഇഡ്ഡലി ഈ നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ ആലോചിക്കുമല്ലേ, ഇഡ്ഡലി നമ്മൾ ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുവാന്നേൽ എണ്ണ കുടിക്കും അങ്ങനെയാന്നൊക്കെ തോന്നും. പക്ഷേ ആദ്യം ഞാൻ ഒത്തിരി എണ്ണ ഒഴിക്കാതെ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ചാൽ ഇഡ്ഡലി വറുത്ത് നോക്കിയേ. അങ്ങനെ വറക്കുവാന്നേൽ നല്ലതായിട്ട് എണ്ണ കുടിക്കും.
പിന്നെ അടുത്തൊന്നും വറക്കാൻ കാണുകയില്ല. പക്ഷെ നല്ല ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ആ ഫുൾ എണ്ണയിൽ ഇഡ്ഡലി വറുത്തെടുക്കുകയാണെങ്കിൽ ഒത്തിരി എണ്ണയൊന്നും കുടിക്കുകയില്ല. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പറയുന്നത് നമ്മൾ ബ്രെഡൊക്കെ മുരിച്ചെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് നല്ല മുരിഞ്ഞ ഇഡ്ഡലി ആയിട്ട് കിട്ടും. പിന്നെ ഇച്ചിരി എണ്ണയൊന്ന് ചൂടായിക്കോട്ടെ. ഞാൻ എന്നാ പറയുന്നത് ഇഡ്ഡലി കോരാനുള്ള പ്ലേറ്റും എല്ലാം എടുത്തുകൊണ്ട് വരാം. ഇഡ്ഡലി ഉണ്ടല്ലോ, നമുക്ക് ഈ ഇഡ്ഡലി ചില്ലി ഇഡ്ഡലിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന എപ്പോഴാണെന്നറിയാവോ? നമ്മുടെ ഇഡ്ഡലി ഒന്ന് വറുത്ത് കോരാൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പടപടപടപട നമ്മുടെ ചില്ലി ഇഡ്ഡലി ശരിയാവും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട് കേട്ടോ. ഈ ചില്ലി ഇഡ്ഡലി നമ്മൾ ആർക്കെങ്കിലും സെർവ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി ചൂടോടെ കൊടുക്കുന്നതാ ഏറ്റവും നല്ല രുചി. അല്ലെങ്കിൽ മൊത്തം ഫ്ലോപ്പായി പോകും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ എപ്പിസോഡ് ശരിക്കും നമ്മുടെ സ്ത്രീകളെല്ലാവരും കൂടി ഇന്ന് കാണുമല്ലേ, അന്നേരം ശരിക്കും ഒരു സർപ്രൈസ് പോലെ ചോദിക്കാം, ഇത് എന്നാ ആണെന്നൊന്ന് കണ്ടുപിടിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മിടുക്കി ആവാനുള്ള ചാൻസും കൂടെ കേട്ടോ. അത് കളയരുത്. എണ്ണ ചൂടായി. ഇനി ഇതിനകത്തോട്ട് എൻ്റെ ഇഡ്ഡലി ഇടാൻ പോവാം. എല്ലാം കൂടി ഇട്ട് ഇഡ്ഡലി വറുത്തെടുക്കരുത്. കാര്യം വെച്ചാൽ കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ ഇഡ്ഡലി ഫുൾ എണ്ണയും കുടിക്കും. പിന്നെ ആണെങ്കിൽ ചില്ലി ഇഡ്ഡലി മാറിയിട്ട് വേറെ വല്ല പേരുമായി മാറും. പിന്നെ എന്നെ വഴക്ക് പറയരുത്. അപ്പോൾ ചെമയോടുകൂടി ഒരു ഇച്ചിരി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്താലേ ആ ഇഡ്ഡലി നല്ല ക്രിസ്പായിട്ട് വരുള്ളൂ. ഞാൻ നമ്മുടെ ഇഡ്ഡലി ഉണ്ടല്ലോ നല്ലതായിട്ട് ക്രിസ്പി പോലെ വറുത്തെടുത്തേക്കുന്നത്. ഇതിന് വേറൊരു ഗുണവും കൂടെ ഉണ്ട് കേട്ടോ. പിള്ളേരെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ആക്കാം. നല്ല ടാറ്റ സോസും കൂടെ ഒക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ പിള്ളേർ ഇഡലിയാണെന്ന് അറിയില്ല, ചായയിലൂടെ ഒരു നേരം പോവുകയും ചെയ്യും ഈ സ്റ്റേജിൽ. എന്നാൽ പിന്നെ ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ ഒരു റെസിപ്പി ആവുകയില്ലല്ലോ. അതിന് ഇനി എന്നാ ചെയ്യണമെന്നറിയോ? നമ്മുടെ എണ്ണ ചൂടായി കിടക്കുക, അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം. ഇഞ്ചി 1 ടീസ്പൂൺ ഇട്ടോ, വെളുത്തുള്ളി ഒരു 1.5 ടീസ്പൂൺ ഇട്ടോ. ഇതിൻ്റെ കൂടെ പച്ചമുളക്, എരിവ് അനുസരിച്ചുള്ള പച്ചമുളകും കൂടി ഇട്ടോ. 2 ടീസ്പൂൺ ആയിട്ടേക്കുന്നത്. അതൊരു ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാന്നുകൊണ്ട് ഒരു എന്നാ പറയുന്നത് ഒരു 2 പച്ചമുളക്, മുഴുത്ത 2 പച്ചമുളക് അത്രേ കാണത്തുള്ളേ. ഇനി ഇതിനെ ഒന്ന് പച്ചച്ചോവ മാറ്റണം. ഈ ഉണ്ടാക്കുന്ന റെസിപ്പി ഒരു തട്ടിപ്പ് സാധനം ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി ക്ഷമയോടുകൂടി തന്നെ ഉണ്ടാക്കണം. എന്നാന്നോ, ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെയൊക്കെ പച്ചച്ചൊവ മാറിയേച്ച് വേണം നമ്മൾ എന്നാ പറയുന്നത് ബാക്കിയൊക്കെ ചേർക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തട്ടിപ്പ് അന്നേരം ചീറ്റി പൊളിഞ്ഞു പോവും. അതിലും ഭേദം നല്ല ഇമ്പ്രഷൻ കിട്ടാനായിട്ട് ഇച്ചിരി ക്ഷമയോടുകൂടിയേ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാനൊക്കെ തോന്നും. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതൊരിച്ചിരി എന്നാ പറയുന്നത് നല്ലതായിട്ടൊന്ന് മൂത്തോട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു എളുപ്പം എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ചെയ്യല. എന്നാൽ പിന്നെ ഈ പറഞ്ഞ കൂട്ട് അങ്ങ് ബ്രൗൺ ആക്കി എടുക്കുകയും ചെയ്യല്ലേ. ഇച്ചിരി മൂത്തേ. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് തീ കുറച്ച് വെച്ച് നമുക്ക് ചേർക്കാനുള്ള വെജിറ്റബിൾസ്, അതായത് വേറെ വെജിറ്റബിൾസ് എന്ന് പറയാനൊന്നുമില്ല, നമ്മുടെ ഈ സവാള ഇല്ലേ അത് സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇനിയാണെങ്കിൽ ഒരു ഇച്ചിരി ക്യാപ്സിക്കമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, അതെല്ലാം കൂടി ഇടാം കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ്
കുറച്ചിടാൻ വെച്ചേക്കാം. അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ക്യാപ്സിക്കം വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കൂട്ട് അതിൻ്റെ നിറമൊന്നും അറിയാൻ പറ്റിയില്ല. ഒരിച്ചിരി തീ ഇതൊക്കെ എന്നാന്നറിയോ ഈ നമ്മൾ ഇട്ടേക്കുന്ന ബെൽ പെപ്പേഴ്സിനും ഒണിയനും ഒക്കെ ഉണ്ടല്ലോ അധികം വേവൊന്നും വേണ്ട, ഒരു ക്രഞ്ചിനെസ് അതിന് വേണം. എന്നാൽ ഒത്തിരി അങ്ങോട്ട് എന്താ പറയുന്നത് വേവാത്ത കൂട്ടത്തിലാക്കിയേക്കരുത്. ഒരിച്ചിരി ഒരു ട്രാൻസ്ലൂസൻ്റ് ആവണം, അത്രയേ ഉള്ളൂ. ഉള്ളി എന്നാന്നറിയാവോ ആ ക്രിസ്പിനെസ് എന്ന് പറയുന്ന ഒരു ഇച്ചിരി നമ്മുടെ കണ്ണൊക്കെ ഒന്ന് നീറുവല്ലേ, ആ ഒരു നീറ്റൽ മാറണം. പിന്നെ ആണെങ്കിൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയില്ലേ നമ്മളിപ്പോൾ ഇട്ടേക്കുക, അന്നേരം ഇടുമ്പോഴത്തേനും ഒരു ഇച്ചിരി പെറ്റലായിട്ട് വീഴും. അതല്ലാതെ ഒരു ഇച്ചിരി എന്നാ പറയുന്നത് ആ മൂട്ടിലൊക്കെ ഒരു ഇച്ചിരി ഇങ്ങനെ പിടിച്ചിരിക്കുവേ. അതും എല്ലാം പെറ്റലായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്തത് ചേർക്കാം. ഇപ്പം എൻ്റെ ചീനച്ചട്ടിക്കകത്താണെങ്കിൽ എല്ലാം പെറ്റലായി കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ഇച്ചിരി എന്നാ പറയുന്നത് ഒരു പിടി സ്പ്രിംഗ് ഓണിയൻ ഇതിനകത്തോട്ട് ഇടാൻ പോകും. ഇനിയാണ് നമ്മൾ സോസ് ചേർക്കാൻ പോകുന്നത്. സോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് എന്ന് പറയുമ്പോൾ റേഷ്യോ ഒക്കെ പറയുവാണെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച കറിയല്ലേ, അന്നേരം പിന്നെ നമ്മുടെ വായിക്ക് രുചിയായിട്ട് പുളി എരിവ് എന്നാ പറയുന്നത് മധുരം എല്ലാം വേണം, അതനുസരിച്ച് ചേർക്കണം. പക്ഷേ നമുക്ക് ഈ 3 സോസും വേണം. ചില്ലി ചിക്കൻ ആണെങ്കിൽ 3-2-1, അതായത് 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്. ഇത് പോരാ എന്ന് തോന്നുക ഈ റേഷ്യോയിൽ ഇട്ടോളൂ. അതായത് 3:2:1 അതാണ് റേഷ്യോ. അന്നേരം അത് ഒത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരിയും കൂടി അങ്ങ് ചേർത്ത് വെച്ചാൽ മതി. ഇവിടെ ഇപ്പം ഞാൻ 3 വെച്ച് ഇടാൻ പോവാ. എന്നുവെച്ച് ആ രുചി എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി കൂടി ചേർക്കാം. ഇപ്പം ഇരിക്കുന്ന ഒത്തിരി കോൺസെൻട്രേറ്റഡ് സോയാ സോസ് അല്ല കേട്ടോ, ഇച്ചിരി ലൈറ്റ് സോയാ സോസാണ്. ലൈറ്റ് സോയാ സോസ് ആയതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഈ എൻ്റെ ചില്ലി ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി നിറം റെഡിഷ് കളർ കിട്ടുവേല, സോസിൻ്റെ നിറമേ വരത്തുള്ളൂ. പിന്നെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊരു ചില്ലി ചിക്കൻ എഫക്റ്റൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ലേശം കേസരി കളർ ചേർക്കാം. ഫുഡ് കളറല്ല, കേസരി കളർ ചേർക്കാം, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഇനി ഈ എന്നാന്ന് വെച്ചാൽ ഈ സോസ് ഒരു ഇച്ചിരി വേവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിനകത്ത് ഒരു ഓപ്ഷൻ കുറച്ചുകൂടെ ഒരു സ്വാദ് വരാനായിട്ടാണെങ്കിൽ, ഇത് പക്ക വെജിറ്റേറിയൻ ആണു, കുറച്ചുകൂടെ ഒരു സ്വാദ് വരണം എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയോ, ഈ വെള്ളത്തിന് പകരം കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. എന്നാ ടേസ്റ്റാണെന്നറിയോ. പക്ഷേ വെജിറ്റേറിയൻകാർക്കും ആണെങ്കിലും വിഷമിക്കണ്ടല്ലോ, നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാലും മതി. ചിക്കൻ സ്റ്റോക്ക് ആകുമ്പോൾ നമുക്ക് ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറും കൂടി ഇതിനകത്തോട്ട് വരും. പിന്നെ ഇഡലിയാന്ന് നമ്മൾ പറയാതറിയാനൊക്കെയില്ല. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി എന്നാ പറയുന്നത് ഒരു ലേശം കുരുമുളക് പൊടിയും കൂടെ ഇടാൻ പോവാം. ഒത്തിരി സ്പൈസി ഒന്നും ആക്കുകയില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നറിയാവോ, പ്രസിദ്ധ ഹാസ്യ സാഹിത്യകാരൻ, കാർട്ടൂണിസ്റ്റും കൂടെയാണ് അദ്ദേഹം. സുകുമാർ സാറാണ് ഇവിടെ വരുന്നത്. അപ്പം തന്നെ കാര്യം മനസ്സിലായില്ലേ. പിന്നെ ആണെങ്കിൽ ഞാൻ ഇച്ചിരി എരിവും കൂടെ കൂട്ടുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വഴക്കും കൂടെ കേൾക്കണം. അന്നേരം പിന്നെ അത് വേണ്ടല്ലോ. പിന്നെ ഇതാണോ അതിൻ്റെ റെസിപ്പി, അതനുസരിച്ച് നമുക്കിഷ്ടമുള്ള പോലെ എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ, പുളി വേണമെങ്കിൽ അങ്ങനെയോ സ്റ്റോക്ക് ഒഴിക്കണമെങ്കിൽ അങ്ങനെയോ ചെയ്യാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ കൂട്ട് പക്ക വെജിറ്റേറിയൻ ആട്ടോ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചേ. പിന്നെ നിങ്ങളിപ്പോൾ ആലോചിക്കും, ദൈവമേ സാറിന് ഈ വറുത്ത് വെച്ച് ഇഡ്ഡലി ആണെന്നോ കൊടുക്കാൻ പോകുന്നത്. ടെൻഷനാക്കണ്ട. എന്നാന്നോ
നമ്മുടെ ഈ സോസിനകത്തോട്ട് ഈ ഇഡ്ഡലി ആവുമ്പോഴത്തേക്ക് കുറച്ച് നേരം നമ്മളൊന്ന് അടച്ചു വെച്ച് ആ ഇഡ്ഡലിയിൽ ആ സോസ് ഒന്ന് പിടിക്കണ്ടേ, അതിനു വേണ്ടി അടച്ചു വെക്കുമ്പോൾ തന്നെ ആ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഒരു കാര്യം കൂടെ എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല കട്ട തൈര് ഉപയോഗിച്ചൊരു റൈത്തയാണ്. അപ്പം ഒരു ഇച്ചിരി എന്നാ പറയുന്നത്, ആ ഒരു കോമ്പിനേഷൻ ഈസ് ബെസ്റ്റ്. ആ കോമ്പിനേഷൻ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു തന്നല്ല. എൻ്റെ വീട്ടിൽ ഇച്ചിരി തൈര് ഉണ്ടായിരുന്നു, ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ചു. അപ്പം എല്ലാവരും പറഞ്ഞു ആ കൊള്ളാം കൊള്ളാം കൊള്ളാം, അങ്ങനെ കോമ്പിനേഷൻ ആക്കിയതാട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ ഇഡ്ഡലി ഇടാൻ പോവാം. എന്നുവെച്ചത് നല്ലതായിട്ട് പെരട്ടി ഒരു ഇച്ചിരി സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടേച്ച്, ഇച്ചിരിയല്ല ഒരു ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടേച്ച് നമുക്ക് ആ ഇഡ്ഡലിക്കൊന്ന് ഒരു ഇച്ചിരി സ്വാദ് കൂട്ടാം. അതുമാത്രമല്ല സ്വാദും വേണം, ഇഡ്ഡലി ഇച്ചിരി സോഫ്റ്റ് ആവുകയും വേണ്ടേ. അപ്പോൾ ഞാൻ ഇച്ചിരി അടച്ചു വെച്ചേച്ച് ഇഡ്ഡലി ഒന്ന് സോഫ്റ്റ് ആക്കാൻ, ഒത്തിരി നേരം അടച്ചു വെച്ച് വേവിക്കരുത്. ഇഡ്ഡലി വെന്ത ഇഡ്ഡലിയാണ്, അന്നേരം വേവിക്കേണ്ട, സോസ് ഒന്ന് പിടിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങളിപ്പം എൻ്റെ ഈ മേശയിൽ ഒത്തിരി സാധനങ്ങളാണ് കാണുന്നത് അല്ലേ, പക്ഷേ നമ്മൾ ഉണ്ടാക്കിയത് ഒരു റെസിപ്പി മാത്രമേ ഉള്ളൂ, ചില്ലി ഇഡ്ഡലി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് ഞാൻ പറഞ്ഞില്ല, ചില്ലി ഇഡ്ഡലി ഒരു മകളുടെ അടുക്കളയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു നമ്മൾ എത്രയായാലും മക്കൾ പല പരീക്ഷണങ്ങൾ ഉണ്ടാക്കും, ഓരോ സാധനങ്ങൾ വെച്ചിട്ട് അല്ലേ. അന്നേരം ആദ്യം നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആദ്യം കൊടുക്കുന്ന, അമ്മ ഇത് കഴിച്ചു നോക്കൂ, അച്ഛ കഴിച്ചു നോക്കൂ, കൊള്ളാമോ എന്ന് നോക്കുക. അപ്പോൾ പറയും ആ മോളെ കൊണ്ടുവരൂ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യും. എന്നിട്ടും പക്ഷേ എന്താ ചെയ്യുക, അവസാനം അച്ഛനും അമ്മ എന്നാ ചെയ്യും, മോളെ ഇച്ചിരി ചോറിങ്ങിട്ടെ, അതൊന്ന് കഴിച്ച് നോക്കട്ടെ എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. എന്നാൽ മക്കളെ വിഷമിപ്പിക്കാറുമില്ല. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു, സാറിന് ഒരു ഇച്ചിരി തൈര് സാദവും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു വലിയ കേക്ക് ഉണ്ട് കേട്ടോ. കേക്ക് എന്നത്തിനാണെന്നറിയാവോ? അതൊരു സസ്പെൻസാണ് കേട്ടോ. അപ്പം ഈ പറഞ്ഞ പോലെ നമസ്തേ. ഇന്ന് സാറിനും അമ്മയ്ക്കും ഒരു ചെറിയൊരു സർപ്രൈസും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു സർപ്രൈസാണ്. അതെന്നാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോടും പറഞ്ഞിട്ടില്ല, അമ്മയുടെയും സാറിൻ്റെയും 55ാമത്തെ വിവാഹ വാർഷികമാണ് അല്ലേ സർ? അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്കാൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഗിഫ്റ്റ്, സാറും അമ്മയും കൂടെ ഈ കേക്ക് ഒന്ന് മുറിക്കണം. ഒരു ഭർത്താവ് ആസന്ന നിലയിൽ കാഷ്വാലിറ്റി ഈ കിടക്കുകയാണ്. അപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞു, വലിയ ഡിഫിക്കൽട്ട് സർജറി ആയിരുന്നു. അതിനുശേഷം ജൂനിയർ ഡോക്ടേഴ്സൊക്കെ കൂടി രക്ഷയില്ല, പേഷ്യൻ്റ് മരിക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഭാര്യ അവിടെ പുറത്തിരിക്കുകയാണ്, അവരെ എങ്ങനെ ഇത് അറിയിക്കും? നമ്മൾ ചെന്നനുസരിച്ചിരുന്നാൽ അവർ ചിലപ്പോൾ പൊട്ടിത്തെറിക്കോ, വലിയ ദുഃഖപ്രകടനമൊക്കെ ആയിരിക്കും. സീനിയർ ഡോക്ടർ വന്നിട്ട് അദ്ദേഹത്തിനെ അറിയാം. അങ്ങനെ സീനിയർ ഡോക്ടർ വന്ന് അദ്ദേഹവും പരിശോധിച്ചപ്പോഴത്തേക്കില്ല, കൂടിപ്പോയിരുന്നാൽ ഒരു അരമണിക്കൂർ കൂടിയേ ഇദ്ദേഹം ആയുസോടിരിക്കും. സാറ് തന്നെ പറയണം, കാരണം ആ സ്ത്രീ വളരെ സെൻസിറ്റീവായിട്ടിരിക്കുകയാണ്, ടെൻഷനായിട്ടിരിക്കുകയാണ്. ഞാൻ പോയി പറയാം എന്ന് പറഞ്ഞ് സീനിയർ ഡോക്ടർ ചെന്നിട്ട്, മാഡം എങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ, സാരമില്ല, അദ്ദേഹം റീകൂപ്പ് ചെയ്യുമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ. പക്ഷേ എന്ത് ചെയ്യാം, ഏത് ഡോക്ടർ വിചാരിച്ചിരുന്നിരുന്നാലും ചിലപ്പോൾ നമുക്ക് വിധി തടുക്കാൻ സാധ്യമല്ല. അങ്ങനെ ചിലപ്പോൾ വല്ല കൈപ്പുഴ മൂലവും ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കൂടാന്നില്ല. അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. അതിനെ ഒന്ന് സഹിഷ്ണുതയോടെ സമാധാനത്തോടുകൂടി നേരിടാനുള്ള ഒരു ധൈര്യം മാഡത്തിനുണ്ടാകട്ടെ. എത്ര വയസ്സായി മാഡത്തിന്? എനിക്ക് 70 വയസ്സായി. ശരി, അദ്ദേഹത്തിന് ഒരു 75 വയസ്സായി.
നമ്മൾ നന്നായിട്ട് നല്ല ദമ്പതികളായിട്ട് ജീവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിടവാങ്ങൽ ഒരു വലിയ പ്രയാസം ഉണ്ടാക്കും, എങ്കിലും പിടിച്ചു നിന്നോളാം എന്നറിഞ്ഞു. അപ്പോൾ ആര്യ ഞാൻ പിടിച്ചു നിന്നോളാം, കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ പിടിച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ 40 വർഷം പിടിച്ചു നിന്ന എനിക്ക് ഒരു അരമണിക്കൂറിലെ കാര്യമാണോ എന്ന് പറഞ്ഞതുപോലെ തമാശ, ജീവിതത്തിലെ തമാശ, ആ തമാശ കളയാതെ സൂക്ഷിക്കണം. ദൈവം നൽകിയ ഒരു അപൂർവ അനുഗ്രഹമാണ് ഫലിതബോധം, ഹ്യൂമർ സെൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കളയരുത്. കാരണം ലോകത്ത് ഒരു ജീവിക്കും ദൈവം കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അട്ട പോലും ചിരിക്കും എന്നാണ് പറയുന്നത്. അട്ട, എഴഞ്ഞു പോകുന്ന അട്ട. മലയാളത്തിൽ പറഞ്ഞിരുന്നാൽ അതിന് അട്ടഹാസം എന്നാണ് പറയുന്നത്. ഞാനതുകൊണ്ട് പറയാം. നമുക്ക് അവിടെ ഇരുന്ന് വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയതേ സാറിനും അമ്മയ്ക്കും ഒരു സ്പെഷ്യൽ സാധനമാ. അത് ശരിക്കും എന്നാ പറയുന്നത്, മക്കളുടെയൊക്കെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് പെൺകുട്ടികൾ പുതിയ ഡിഷസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്ത് തരൂലേ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഒരു ഡിഷ് ഉണ്ടാക്കിയതാ. പക്ഷെ എന്നാലും പിന്നെയും ഈ പറഞ്ഞ പോലെ നമുക്ക് ചോറും കറിയും ഒക്കെ തന്നെയാ ഇഷ്ടമൊന്നും അറിയാം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി തൈര് സാധവും കരുതിയിട്ടുണ്ട്. ഞാൻ ആ പരീക്ഷിച്ച സാധനം ഒന്ന് സാറിന് ആദ്യം തരട്ടെ. ഇതെന്താ സാധനം എന്ന് സാർ കണ്ടുപിടിച്ച് പറയണം. അറിയാമെങ്കിൽ പറയാം. അമ്മയ്ക്ക് മനസ്സിലായോ എന്താണ്? അമ്മ പറയും. ചേന മാത്രം കൊണ്ടാണ് ചേനക്കടി എന്ന് പറയാൻ വറുത്തരച്ച തേങ്ങയൊക്കെ ഇട്ട്. ഓക്കെ, അതുമാതിരി അമ്മയ്ക്ക് തോന്നിയത്. സാറിന് എന്നാ തോന്നിയേ? എനിക്ക് പെട്ടെന്ന് വെണ്ടയ്ക്കാണെന്ന് തോന്നി. പക്ഷെ കുറച്ച് കല്ലായിട്ട് തോന്നി, കട്ടിയായിട്ട് ഫീൽ. അപ്പൊ വെണ്ടയ്ക്ക പോലെ വെണ്ടയ്ക്ക അല്ലെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ തോറ്റോ? സുല്ലിട്ടോ? ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. മക്കളുടെ മുമ്പിൽ അച്ഛനമ്മമാര് തോറ്റു കൊടുക്കുന്നതിൽ ഒരു പ്രയാസവുമില്ല. ഇതെന്നാ ഞാൻ ഇനി പറയാം. ഞാനിത് ഇഡ്ഡലി വെച്ച് ചെയ്തതാ. ഇഡ്ഡലി ഇല്ലേ, നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി വെച്ചുണ്ടാക്കിയതാണ് ഈ സാധനം. ഇതാണ് ആനീസ് കിച്ചന്റെ ആനീസ് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞത്. ഒരു ചെറിയ സാധനം പരീക്ഷിച്ച് നോക്കിയാൽ പെട്ടെന്ന് ആരും കണ്ടുപിടിക്കുകയല്ല. ഇത് പിള്ളേരൊക്കെ ആണെങ്കിൽ അതെ, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കഷ്ണമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഒരിക്കലും പഴയ ഇഡ്ഡലി മാവാണെന്ന് ആരും വിചാരിക്കുകയില്ല. പക്ഷെ ഇഡ്ഡലിയോളം സ്വാദും. കൊള്ളാം, നല്ല ബുദ്ധി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നന്നായിട്ട്. ഇപ്പൊ ഫസ്റ്റ് ശാന്തിക്കാരനായിട്ടല്ലേ ജോലിയിൽ കയറിയത്? ശാന്തിക്കാരനായിട്ടല്ലേ തുടക്കം? അതെ. അത് കഴിഞ്ഞ് സാർ ഇവിടെ ഹാസ്യ സാഹിത്യകാരനായി, പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തു. ഈ ഒരു വലിയൊരു ട്രാവലിന്റെ എക്സ്പീരിയൻസ് ഒന്ന് സാർ പറയണം. ഇവിടെ എല്ലാം, പ്രത്യേകിച്ചും അവസാനം കയറിയ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലി, ഒരു കലാകാരൻ, ഒരു സാഹിത്യകാരൻ, ഒരു മൃദുല സ്വഭാവമായിട്ടുള്ള ഒരാൾ ഒരു പോലീസ് സേനയുടെ നടുവിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നി. എങ്കിലും അവിടെ ചെന്നിട്ട് നാക്കിൻ്റെ സാമർഥ്യം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പോയ പിള്ളേരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് പണമുണ്ടാക്കാം, പദവി ഉണ്ടാക്കാം, വലിയ വലിയ അധികാരങ്ങൾ നിങ്ങൾക്ക് കിട്ടും, ജഡ്ജിയാകാം, ന്യായാധിപനാകാം, വലിയ അഡ്വക്കേറ്റ് ആവാം, ചിത്രകാരനാവാം, ഡോക്ടറാവാം, എഞ്ചിനീയറാവാം, എല്ലാം ആകാം. പക്ഷേ ഒന്ന് മാത്രം ആകാൻ നിങ്ങൾ ദൈവത്തോട് തപസ് ചെയ്തിരുന്നാലേ കിട്ടുകയുള്ളൂ. എന്താണ്? ക്യാരക്ടർ, സ്വഭാവം. അതാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. അങ്ങനെ സ്വഭാവ മാഹാത്മ്യം, ആ സ്വഭാവം എന്നെ പഠിപ്പിച്ചതിൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ കാണിച്ചു തന്ന മഹാത്മാഗാന്ധിയാണ്.
എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരാണ്. തീർച്ചയായിട്ടും. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അസറ്റ്. ആ ഒരു പാഠം ജീവിതത്തിലുടനീളം ഞാൻ കൊണ്ടുപോവുകയാണ്. ഇനി ആരെന്തൊക്കെ പറഞ്ഞിരുന്നാലും എൻ്റെ സ്വഭാവത്തിന് യാതൊരു പ്രയാസവും ഉണ്ടാകാത്ത രീതിയിൽ ജീവിക്കുക. അതിന് ഈ തമാശ എനിക്ക് വലിയൊരു ഊന്നുവടിയായിട്ടുണ്ട്. ഫലിതബോധം. എത്ര ടെൻഷനായിട്ട് വരുന്ന ആൾക്ക് എന്താണ് സാമാന്യമായ ജ്ഞാനം അറിവില്ലാത്ത മൃഗങ്ങളോട് പോലും നമുക്കൊന്ന് തലോടിയാൽ ഇല്ലേ അല്ലേ അതുമാതിരിയാണ് നമുക്ക് ഈ ബലം, ആത്മബലം തരുന്ന ഒരു വലിയ ഒരു ജീവിത ദൈവിക വരദാനമാണ് തമാശ പറയുക എന്നുള്ളത്. ആ തമാശയിൽ കൂടി നമുക്ക് ഏത് വിപരീത സന്ധികളെയും നമുക്ക് നേരിടാൻ കഴിയും. സർ എത്രാമത്തെ വയസ്സിലാണ് പോറ്റിയായിട്ട് പൂജാരിയായിട്ട് കയറുന്നത്? ഞങ്ങൾ പൂണൂലിടുമല്ലോ. 12ാമത്തെ വയസ്സിലാണ് എനിക്ക് പൂണൂലിട്ട്. അതുമുതൽ അച്ഛനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അച്ഛൻ്റെ കൂടെ അപ്പൊ തന്നെ വരപ്പൊക്കെ ഉണ്ടായിരുന്നു സാർ? കൊച്ചിലേ വരയ്ക്കും. അതൊരു ഗിഫ്റ്റാണ്. കാരണം അത് നമുക്ക് കിട്ടുന്ന, ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം പണ്ട് ഈ സ്വയംഭൂ എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെയൊന്നുമല്ല. എൻ്റെ മുത്തച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ നല്ലൊരു സാഹിത്യപ്രേമിയായിരുന്നു. ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ട്. ഞാൻ അറിഞ്ഞില്ല. ഞാനിങ്ങനെ സ്വല്പം അഹങ്കരിച്ച് നടന്ന കാലത്തിൽ എന്തോ ഹാസ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നടന്നപ്പോഴത്തെ എൻ്റെ ഒരു അധ്യാപകൻ എന്നെ വിളിച്ചു പറഞ്ഞു, താൻ ആവശ്യമില്ലാതെ ധിക്കാരിയാകരുത്, അഹങ്കരിക്കരുത്. തനിക്ക് നല്ല ഒരു പാരമ്പര്യമുണ്ട്, അറിയാം, പൈതൃകമുണ്ട്. ആരെന്നറിയാമോ എന്ന് ചോദിച്ചു. തൻ്റെ അപ്പൂപ്പനാണ്. അച്ഛൻ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ല. അച്ഛന് എൻ്റെ ഈ രീതികളൊന്നും അച്ഛന് അത്ര പോരായിരുന്നു. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ പോയി, ജയിൽ ശിക്ഷ അനുഭവിച്ചു, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കയറി, പിന്നെ പക്ക ഒരു രാഷ്ട്രീയ നേതാവാകാനായിരുന്നു എൻ്റെ തുടക്കമൊക്കെ. അപ്പോഴത്തേക്കാണ് ഈ തിരിവുകളൊക്കെ വന്നത്. അങ്ങനെ അച്ഛൻ അതിൽ വലിയ ഇതില്ല. അച്ഛനെ എന്നെ അമ്പലത്തിൽ ശാന്തിക്കാരനായിട്ട് നിർത്തുന്നത് തന്നെ അച്ഛന് പ്രയാസമാണ്. കാരണം ഈ മുഖം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളത്, മുഖം ചാർത്തുമല്ലോ ദൈവത്തിന് ചന്ദനം ചാർത്തുമ്പോഴത്തേക്കും ഞാൻ ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തും. ചിരി കുറച്ച് വ്യത്യസ്ത. ഒരിക്കൽ 2 മുല്ലപ്പൂവിൻ്റെ ഇതളെടുത്ത് പല്ല് കാണിക്കത്തക്ക രീതിയിലൊക്കെ വെച്ചു. അപ്പോൾ എനിക്ക് തന്നെ തോന്നി അത് ശരിയല്ല. പക്ഷേ അച്ഛൻ വന്ന് അമ്മയുടെ ഇത് ശരിയല്ല കേട്ടോ, ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ അവനെ അരയ്ക്ക് താഴെ മുഖം ചാർത്തിയാൽ മതി എന്ന്. ഞാൻ മുകളിലോട്ട് ചാർത്തുക, കാരണം ആളുകളൊക്കെ ചിരിക്കുന്നു അവൻ്റെ ഇത്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നാളെ മുതൽ നീ അരയ്ക്ക് താഴെ ചന്ദനം ചാർത്തിയാൽ മതി, മുകളിലോട്ട് അച്ഛൻ ചെയ്തോളും. അങ്ങനെയാണ് അച്ഛൻ മേൽശാന്തിയും ഞാൻ കീഴ്ശാന്തിയും ആയത്. അപ്പം അതും ഒരു ഫലിതമാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ആ മുത്തശ്ശൻ്റെ ഈശ്വര വരദാനം തന്നെ. അതെ. അപ്പം അങ്ങനെ ഈ പറഞ്ഞും കേട്ടും കണ്ടുമൊക്കെ പൊതുവെ വലിയ ഫലിതക്കാരുമായിട്ടൊന്നും എനിക്ക് വലിയ സമ്പർക്കമൊന്നും ഇല്ലെങ്കിലും ദൈവികമായിട്ട് നമ്മുടെ ജീനിക്കൂടെ ചില വസ്തുക്കളൊക്കെ വരുന്നുണ്ടല്ലോ. അങ്ങനെ കിട്ടിയ ഒരു അനുഗ്രഹമാണ് വരയ്ക്കാനും ഫലിതം പറയാനും നേരം പോക്ക് പറയാനും. ഇത്രയും ജനങ്ങൾക്കിടയ്ക്ക് ഇപ്പോൾ തന്നെ മാതൃഭൂമി പത്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും ഞാൻ തിരുവനന്തപുരത്തിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. ഇന്നും അത് രാവിലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ അത് കലക്കിയല്ല, അത് ശരിയാണോ സാറേ എന്ന് ചോദിച്ചു. അപ്പോൾ കുറേ പുളവും കൂടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വരും. എങ്കിലും നല്ല തമാശ ആകുള്ളൂ. എങ്കിലും അത് വിട്ടുകൊടുക്കും. എനിക്ക് ആധികാരികമായിട്ട് തെളിവുകൾ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറയും. എന്തായിരുന്നിരുന്നാലും വരയ്ക്കുന്ന കാർട്ടൂൺ മുഴുവനും ഏതെങ്കിലും ഒരെണ്ണം വിവാദമായിട്ടുണ്ട്? ഇല്ല. എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന രീതിയിലേ എനിക്ക് വരയ്ക്കാറുള്ളൂ. കാരണം അതിനൊരു പവിത്രതയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സാഹിത്യം എഴുതുന്നത് പോലെ തന്നെ ചിത്രരചനയ്ക്ക് ഒരു പവിത്രതയുണ്ട്. ആ ബ്രഷിനൊരു മാഹാത്മ്യമുണ്ട്. അതിനെ മോശമാക്കരുത്. ആരെയും വൃത്തികേടാക്കി വരയ്ക്കുക, വൃത്തികേടെന്ന് പറഞ്ഞാൽ തീരെ അവർക്ക് തന്നെ. കാരണം ഇതിനാളായിട്ട് വെറുക്കരുത്, നമ്മളെ വെറുക്കരുത്. അത് നല്ല ഹാസ്യമല്ല. നമ്മൾ കൈ തരാൻ തോന്നണം, കൊള്ളാം, മിടുക്കൻ. അപ്പൊ സാർ ഇതിന് മുന്നേ പൊളിറ്റിക്സിലേക്ക് വരണം എന്ന് തോന്നി എന്തുകൊണ്ടാ? അന്നത്തെ യുവത്വത്തിന്റെ തിളപ്പെന്ന് വേണമെങ്കിൽ പറയാം.
യുവത്വം അപ്പൊ നടത്തിയ അന്നത്തെ പൊളിറ്റിക്സും ഇന്നത്തെ രാഷ്ട്രീയം തമ്മിൽ പറയുവാണെങ്കിൽ വലിയ വ്യത്യാസം. ഒരു കാർട്ടൂണിസ്റ്റ് എന്ന നിലയ്ക്ക് ഒന്ന് കമ്പയർ ചെയ്യുന്ന വലിയ വ്യത്യാസമാണ്, വലിയ വ്യത്യാസം. അന്നത്തെ രാഷ്ട്രീയത്തിൽ സത്യസന്ധതയ്ക്കൊരു സ്ഥാനമുണ്ടായിരുന്നു, ട്രൂത്ത്ഫുൾനെസ്. അതൊരു രാഷ്ട്രീയക്കാരൻ വേണ്ട. അന്നത്തെ നേതാക്കന്മാരെയൊക്കെ തന്നെ നോക്കണം, സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള എല്ലാവരെയും നോക്കിക്കോണം. എല്ലാവരും അഹിംസയോടൊപ്പം തന്നെ സത്യത്തിനെയും, കാരണം അങ്ങനെ വലിയൊരു നേതാവായിരുന്നു മഹാത്മാഗാന്ധി. അദ്ദേഹം സത്യമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കരുത്, ഹിംസിച്ചൊന്നും നേടരുത്, അത് ശാശ്വതമല്ല എന്ന് പഠിപ്പിച്ച ഒരു നേതാവ് അന്നുണ്ടായിരുന്നു. ഇന്ന് ഈ നേതാക്കന്മാരൊക്കെ അങ്ങനെയാണ്, കിട്ടുന്നിടത്തെല്ലാം വരുന്നു, ആവശ്യമില്ലാത്ത പ്രവർത്തികളൊക്കെ ചെയ്യുന്നു. എന്താണ് പറയുന്ന ഭാഷ പോലും വൃത്തിയല്ല, നല്ല ഭാഷ സംസാരിക്കുന്നില്ല, പ്രവൃത്തി അതുമാതിരി തന്നെ. പിന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഒരു രീതിക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഈശ്വരവിശ്വാസം ആദ്യമേ വേണ്ടെന്ന് വെച്ചു ഇവരെല്ലാവരും. അതാണ് കഷ്ടമായി പോയത്. അപ്പോൾ അങ്ങനെ ഞാൻ കടുത്ത ഈശ്വരവിശ്വാസിയാണ്. എല്ലാം കാണുന്നുണ്ടെന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുകയില്ല. സർ ശരിക്കും ഇപ്പൊ കമ്പയർ ചെയ്തപ്പോൾ തന്നെ സർ ഒത്തിരി ഡിഫറൻസസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു കാർട്ടൂണിസ്റ്റ് എന്ന നിലയ്ക്ക് സാറിന് അതിനെ വിമർശിക്കാൻ തോന്നിയിട്ടില്ലേ? വിമർശിക്കും, നല്ല ഭാഷയിൽ വിമർശിക്കാമല്ലോ, നല്ല വരകളിലൂടെ വിമർശിക്കാമല്ലോ. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, ധാരാളം ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഈ തമാശയും കാർട്ടൂൺ ഇതൊക്കെ വരയ്ക്കുന്നതും ഒക്കെ അമ്മയ്ക്ക് ഇഷ്ടമാണോ? ഒരിക്കൽ എന്നെ എൻ്റെ മോളെ വരച്ചു. അപ്പോൾ മോളെ വരച്ചപ്പോൾ മോൾക്ക് ഇഷ്ടം അച്ഛനല്ല വരച്ചു. എനിക്ക് ഞാൻ പറഞ്ഞു, ഇതേ ഇങ്ങനെയൊന്നും വരയ്ക്കല്ലേ, ഇത്രയൊന്നും എനിക്ക് എൻ്റെ അളവ് ഇതല്ല പറയാൻ. മുടി കുറച്ച്, പിന്നെ ശരീരം ഭയങ്കര വലുതായിട്ട് അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഇനി മേലിൽ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ. അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ ഹൗസ് വൈഫ് ആയിരുന്നോ? ഹൗസ് വൈഫാ. ഞാൻ മ്യൂസിക്കാണ്, പക്ഷേ പഠിക്കാൻ പറ്റിയില്ല. കല്യാണം കഴിഞ്ഞൊന്ന് കുട്ടികളൊക്കെ ആയി അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പൊ മ്യൂസിക് അമ്മ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? മ്യൂസിക്കൊന്നും പറ്റിയില്ല, പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. 3 കൊല്ലം കഴിഞ്ഞാണ് മോളെ പ്രസവിച്ചത്. പക്ഷെ ഒന്നും സമ്മതിച്ചില്ല. അത് പഠിക്കാനൊന്നും, ഇവിടെ തിരുവനന്തപുരത്ത് വന്നാൽ പഠിക്കാനൊന്നും പോകാൻ വഴിയൊന്നും പറഞ്ഞില്ല എനിക്ക്. ഞാൻ തൃശ്ശൂരല്ലേ പഠിച്ചു. അപ്പോൾ കൊണ്ടാക്കാൻ പറയുമ്പോൾ ഇനിയൊന്നും പഠിക്കണ്ട എന്നൊക്കെ പറയും. അത്ര താല്പര്യമില്ല. ഇൻസ്ട്രുമെന്റ്സ് വല്ലതും വായിക്കും അമ്മ? വീണ ടീച്ചറാണ് ഞാൻ. സർ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. സാറിന്റെ ഈ കാർട്ടൂൺ മേഖലയിൽ സർ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ പോറ്റി കഴിഞ്ഞിട്ട്, ഐ മീൻ പുജാരി ആയതിനു ശേഷം സർ പിന്നെ അതിലോട്ടല്ലേ കോൺസെൻട്രേറ്റ് ചെയ്ത്, ആ ഒരു മേഖലയെ കുറിച്ചൊന്ന് സാർ പറയാമോ? കാർട്ടൂൺ അക്കാഡമിയെ കുറിച്ചും. കേരള കാർട്ടൂൺ അക്കാഡമി 1983 സ്ഥാപിതമാകുന്നത്. ഞാൻ ജോലിയിലിരിക്കുകയാണ്. ജോലിയിലിരിക്കെ തന്നെ എനിക്ക് പൊളിറ്റിക്കൽ കാർട്ടൂൺസ് വരച്ചുകൂടാ. കാരണം ഞാൻ അങ്ങനെയുള്ള ഒരു വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് CID വിഭാഗത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ഞാൻ. അപ്പോൾ ഇതിനെയൊക്കെ സ്ക്രൂട്ടിനി ചെയ്യുന്ന ഒരു വിഭാഗം ഞങ്ങളുടെ ഇതിലുണ്ട്. കാരണം ഈ ഒബ്സീൻ ലിറ്ററേച്ചർ, ഒബ്സിനിറ്റിയുള്ള നാടകങ്ങൾ, സിനിമകൾ, ഇപ്പോൾ സെൻസർ ബോർഡ് പോലെയല്ല, ഇതിലൊക്കെ ഇടപെട്ടിട്ട് അതിനെ ഗവൺമെൻറ്റിൻ്റെ നോട്ടീസ് കൊണ്ടുവരിക. പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഫോറിനേഴ്സിൻ്റെ പാസ്പോർട്ട്, ഇല്ലിസിറ്റ് പാസ്പോർട്ട് ട്രാൻസാക്ഷൻ, ഇതിനെയൊക്കെ കുറിച്ച് പ്രത്യേക വിഭാഗങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഈ സാഹിത്യത്തിൻ്റെ കലകളിലേക്ക് സ്ക്രൂട്ടിനിയുള്ള ബ്രാഞ്ചായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നോക്കിയപ്പോഴത്തേക്ക് കാണാം, മനസാക്ഷി ഇട്ടിട്ട് വേണമെങ്കിൽ ഈ കള്ളപ്പേരിൽ ഇതിലൊക്കെ വേണമെങ്കിൽ എഴുതാമായിരുന്നു, വരയ്ക്കാമായിരുന്നു. പക്ഷേ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ സൈക്കോളജിയും സൈക്യാട്രിയും പഠിച്ചു, രണ്ടും പഠിച്ചു, കുറേ പഠിച്ചു. സ്നേഹിതന്മാരുണ്ടായിരുന്നു. പഠിച്ചതിന് ശേഷം ഞാൻ മനഃശാസ്ത്രം എന്നൊരു മാസികയുണ്ട്, 17 വർഷം അത് നടത്തി. തുടക്കം മുതൽ അത് അവസാനം വരെ ഞാനും അതിൽ ലാസ്റ്റ് പേജ് ഡോക്ടർ മനഃശാസ്ത്രി എന്നായിരുന്നു ആ കോളത്തിൻ്റെ പേര്. ഫുൾ പേജ് കാർട്ടൂണായിരുന്നു. അതിൽ ഒരു പ്രശ്നം അവസാനത്തെ കോളത്തിൽ അത് എങ്ങനെ ഹാസ്യാത്മകമായിട്ട് പരിഹരിക്കാം, ഇതായിരുന്നു ഞാൻ ഡീൽ ചെയ്ത്. നല്ല റെസ്പോൺസായിരുന്നു അത്. ഇപ്പോൾ ഒരു സംഭവം പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് ക്രിക്കറ്റ് ഭ്രാന്താണ്. ഒരു തരത്തിൽ അവൻ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. സദാ ക്രിക്കറ്റ് ബാറ്റ്, ഇരിക്കുന്നതും നിൽക്കുന്നതുമെല്ലാം ചലനങ്ങൾ പോലും ബാറ്റ് കാണിച്ചാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇവൻ പ്രീ ഡിഗ്രിക്ക് നല്ല മാർക്കോടുകൂടി ജയിച്ച കുട്ടിയാണ്. ഡിഗ്രിക്ക് വന്നപ്പോഴത്തേക്കാണ് ഈ കുഴപ്പം. അപ്പോൾ ഇത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. ഡോക്ടർ മനഃശാസ്ത്രിയെ കാണാൻ ഈ അച്ഛനും മകനും കൂടെ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ്, ഇവനാണ് എൻ്റെ പ്രശ്നം.
നല്ല മിടുക്കം കുട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോഴും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ക്രിക്കറ്റ് ഭ്രാന്താണ്. അത് ഇങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോൾ ധാരാളം വരുന്നുണ്ട്. ഞാൻ അവർക്ക് ചില റെമഡീസ് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം ആദ്യം ഒരു ടെസ്റ്റ് കേസായിട്ട് നമുക്ക് കൊടുത്തു നോക്കാം. ഏതായാലും താങ്കൾ മനസ്സമാധാനമായിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ആഴ്ച കുട്ടിയുടെ അച്ഛൻ വന്നു പറഞ്ഞു, സാറേ നല്ല എഫക്റ്റ് ഉണ്ട്. എന്ത് പറ്റി ഡോക്ടർ അറിയാത്ത പോലെ. ഞാൻ തെണ്ടുൽക്കറിലെ ഒരു കത്ത് കിട്ടിയവന് ഡോക്ടർ അയച്ചതാണ്. തെണ്ടുൽക്കറുടെ മോനെ നന്നായിട്ട് മിടുക്കനായിട്ട് പഠിക്കണം, ഇപ്പോൾ സ്റ്റഡീസിൽ കോൺസെൻട്രേഷനാണ് വേണ്ടത്, കളി വെക്കേഷൻ ടൈമിന് മതി, ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവൻ അവിടെ ചെന്ന് ഇവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞത് അച്ഛൻ്റെ പണിയാണെന്നാണ് തോന്നണത്. അല്ലാതെ തെണ്ടുൽക്കറൊന്നും എൻ്റെ മേൽവിലാസത്തിലൊന്നും എഴുതൂല്ല, എന്തോ മൂപ്പിലാണ് ഒപ്പിച്ചതാണ്. മിണ്ടിയില്ല. അപ്പോൾ സന്തോഷമായല്ലോ, നന്നായിട്ട് പോകണം, കുട്ടി തിരിച്ചു വന്നോളും, പഠിത്തത്തിലേക്ക് വന്നോളും എന്ന് പറഞ്ഞ് ഡോക്ടർ സമാധാനിപ്പിച്ചേക്കും. അതിൻ്റെ അടുത്ത ആഴ്ച അച്ഛൻ വരുന്നു, സങ്കടം. എന്താ വരും സാറേ, അത് എൻ്റെ മോനല്ലേ, അവൻ കുറച്ചുകൂടിയൊക്കെ ബുദ്ധിമാനാണെന്നാണ് തോന്നുന്നത്. എന്ത് പറ്റിയെന്ന് വരും. ഇന്നെനിക്ക് കപിൽ ദേവിൻ്റെ ഒരു കത്ത് കിട്ടി. കപിൽ ദേവ് എഴുതിയിരിക്കുന്നു, എടാ മൂപ്പിലാനെ, തൻ്റെ മോനെ കളിക്കാൻ വിട്ടില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട് ധർണയും സത്യഗ്രഹമൊക്കെ നടത്തും, താനിതെന്തോന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മറുപടിയായി. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ എത്തിയിട്ട് ഒരു മൂന്നാമത്തെ പണി അറ്റ കൈയാണ്, താങ്കളും ക്രിക്കറ്റ് പഠിക്കണം. അയ്യോ, ഈ വയസ്സുകാലത്ത് ഞാൻ ക്രിക്കറ്റ് പഠിച്ചിട്ട് അവനെ ചലഞ്ച് ചെയ്യണം. വാടാ മോനെ, ധൈര്യം ഉണ്ടെങ്കിൽ വാ, അച്ഛൻ ബൗൾ ചെയ്യാം, നീ ബാറ്റ് ചെയ്യുക, നീ ബൗൾ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ബാറ്റ് ചെയ്യാം, നോക്കാം, നമുക്കൊരു കളി കളിച്ചോ, വെല്ലുവിളിക്കണം, അതിലവനെ തോൽപ്പിക്കണം. അപ്പം വേണ്ടത്ര ക്രിക്കറ്റിൽ പ്രാവീണ്യം താങ്കളും നേടണം. ആകെ ഒരു തരിയല്ലേ, ന്യൂക്ലിയർ ഫാമിലിയാണ്, വേറെ ഇല്ല, പിള്ളേരില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. അച്ഛൻ വീട്ടിൽ ചെന്നു ക്രിക്കറ്റ് കളി പഠിച്ചു. 2 മാസം കഴിഞ്ഞിട്ട് ഒരു അമ്മയും മോനും വരണം ഡോക്ടറെ കാണാൻ. അപ്പോൾ ആരാണെന്ന് ചോദിച്ചു. ഇവൻ്റെ അച്ഛനാണിപ്പോൾ കുറച്ച് നാൾ മുമ്പ് പരാതി പറഞ്ഞ് ഇവൻ്റെ ഓ ആ കേസാണ്. അദ്ദേഹം ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് കയറണില്ല. സദാസമയം ക്രിക്കറ്റ്, ഊണില്ല, ഉറക്കമില്ല, ഒന്നുമില്ല, വീട്ടിൽ നേരെ ചൊവ്വ വരണമില്ല. ഇപ്പം എന്ത് ചെയ്യുക? അമ്മയും ക്രിക്കറ്റ് പഠിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഇതെല്ലാം ചില തമാശകളിൽ കൂടി ചില പരിഹാര മാർഗങ്ങളൊക്കെ നിർദ്ദേശിച്ച 17 വർഷം വരച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് രാഷ്ട്രീയ കാർട്ടൂണുകൾ മാത്രമല്ല, ഇപ്പോൾ കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അച്യുതാനന്ദനെയും അല്ലെങ്കിൽ പിണറായിയും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും വരച്ചു വയ്ക്കുകയാണ് കാർട്ടൂൺ എന്നാണ് ഇന്നത്തെ. അതല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ പുറത്തുണ്ട്, സിനിമയിലുണ്ട്, നാടകത്തിലുണ്ട്, സാഹിത്യത്തിലുണ്ട്, അതൊക്കെ വരയ്ക്കണം. അങ്ങനെ ഒരു പുതിയ ശ്രേണിയൊക്കെ തുറന്നു കൊടുക്കാൻ ഈ അക്കാഡമി മുഖേന കഴിഞ്ഞു. ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള കാർട്ടൂൺ അക്കാഡമി. അതുമാതിരി തന്നെ ഫലിതക്കാരുടെ വേദിയാണ് നർമ്മ കൈരളി. അതെല്ലാ മാസവും അവസാന വ്യാഴാഴ്ച BJT ഹാളിലായിരുന്നു, ഇപ്പോൾ ഹസൻ മരിക്കാർ ഹാൾ. അതും 32 വർഷം. സർ, ഒരുപാട് ഹാസ്യമാണ്, കൂടുതലും ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ എഴുതിയിട്ടുള്ളത്. സർ, സീരിയസ് ആയിട്ടൊരു ബുക്ക് എഴുതിയിട്ടില്ലേ? 1-2 എഴുതിയിട്ടുണ്ട്. അതെന്താ ഈ സീരിയസ് ബുക്ക് വരാൻ ഇത്രയും ഹാസ്യം പറയുന്നത്? എനിക്ക് അതും വശമുണ്ടെന്ന് അറിയിക്കണം. എനിക്ക് ചില മേഖലയിലേക്ക് കടന്നു ചെന്ന് അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിവുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പാട്ടും പാടുന്നത്. പോലീസിൽ ഡ്രാമ എഴുതിയത് അങ്ങനെയാണല്ലോ. പോലീസിൽ ഇരുന്നപ്പോ ഒരു ഡ്രാമ എഴുതിയില്ല, അമ്മ വായിക്കാറുണ്ട് അച്ഛൻ എഴുതുമ്പോ ഒക്കെ. അത് സാർ പറയോ, ഇങ്ങനെ കഥയൊക്കെ പറയോ എഴുതുമ്പോ? ഇല്ല. എനിക്ക് തോന്നിയത് ഇപ്പൊ 32 കൊല്ലായില്ലേ സാർ ഈ കാർട്ടൂണിസ്റ്റ് ആയിട്ടും നർമ്മ കൈരളികളും ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ട്? സാറിന് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരനുഭവം, നർമ്മ കൈരളിയില് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരനുഭവം സാറിന്? ഞാൻ പറയാം. കൊച്ചി തമ്പുരാൻ്റെ അടുക്കെ ഒരു ചൈനീസ് അംബാസഡർ വന്നു, വലിയ ഒരു ചീനഭരണിയുമായിട്ട്. അവരുടെ ഒരു അലങ്കാര വസ്തുവാണ്, ഡെക്കറേറ്റീവായിട്ടുള്ള. അതും കൊണ്ടുവന്ന് വെച്ചിട്ട് അൺവെയിൽ ചെയ്തു. അതിൻ്റെ പുതപ്പൊക്കെ മാറ്റിയിട്ട് കൊച്ചി ഹൈനസിന് വേണ്ടി ചൈന കൊണ്ടുവന്ന ഒരു ഇതാണ്. ഇത് ലോകത്തിൽ ഇത് മാത്രമേ ഉള്ളൂ.
ചൈനയുടെ അവകാശമാണ്, വേറെ ആർക്കും പറയാനില്ല. അഹങ്കരിച്ച് സംസാരിച്ചു. തമ്പുരാൻ ഇതെല്ലാം കേട്ടിട്ട് അയ്യോ ഇയാൾക്ക് ഇതുപോലെ നമുക്കൊരെണ്ണം കൊടുക്കണമല്ലോ, വലിയ പ്രയാസമല്ലേ. തമ്പുരാൻ രാത്രി മുഴുക്ക ഇരുന്ന് ആലോചിച്ചിട്ട് ഒരെണ്ണം കണ്ടുപിടിച്ചു. പിറ്റേന്ന കാലത്ത് അയാളെ വിളിക്കാൻ പറഞ്ഞു, ചൈനീസ് അംബാസഡറെ വിളിക്കാൻ പറഞ്ഞു. അയാൾ വന്നു. നിങ്ങൾ ഇന്നലെ വലിയൊരു 10 അടി പൊക്കത്തിലൊരു സാധനം ഇവിടെ കൊണ്ടുവന്നു, വളരെ ഇഷ്ടമായി എനിക്ക്, നന്നായി നിങ്ങൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ളവരാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ കൊച്ചിക്ക് ഇത്രയൊന്നും, കൊച്ചി രാജ്യമാണ് കൊച്ചി, ഇത്രയൊന്നും തരാനില്ല. എങ്കിലും ഞങ്ങളുടെ കഴിവനുസരിച്ച് ഞങ്ങളൊരെണ്ണം തരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കുള്ളതാണത്, വേറെ ഒരു രാജ്യത്തിനും അവകാശപ്പെടാനാവാത്ത നിങ്ങളുടെ ഈ സാധനേക്കാൾ 10 മടങ്ങ് വിലയുള്ളതാണത്. അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടിപ്പായിയുടെ മോല് ആ ഒരു പൊതി വെച്ചു, ഒരു ചുവന്ന പട്ട് അങ്ങോട്ട് അഴിച്ചു മാറ്റി. 2 ഓലഗ്രന്ഥങ്ങളാണ്, 2 ഓലക്കെട്ട്. ഇതെന്താണെന്ന് ചോദിച്ചു. ഇതാണ് കൊച്ചിയുടെ അഭിമാനം. ഒന്ന് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട്, മറ്റൊന്ന് ചേർത്തല ഭരണിപ്പാട്ട്. കൊണ്ടുവച്ച് വായിച്ചു നോക്കടോ. ഒരായുസ് മുഴുക്കെ തായിരുന്ന് ചിരിക്കും. ഞങ്ങൾ കളിയാക്കിയിരിക്കുന്നത് ഞങ്ങൾ ദൈവത്തിനെയാണ്. ഞങ്ങൾ കളിയാക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദൈവങ്ങളെയാണ് ഞങ്ങൾ കളിയാക്കിയിരിക്കുന്നത്. ഇതിനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ ചോദിച്ചു. അപ്പം അതാണ് നമ്മുടെ പൈതൃകം. ആ പൈതൃകം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതാണ് പറഞ്ഞ് നമ്മുടെ കുട്ടികളിലേക്ക് അവർ അനന്തര തലമുറയിലേക്ക് കൊടുക്കും. അതാണ് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ബലി.